ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയകുമാർ തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട്. അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ വോട്ട് ചേർത്തു. തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഏത് വിലാസത്തിലാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തതെന്ന് താങ്കൾക്കറിയാമോ? ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം മറു ചോദ്യമല്ലല്ലോ. ഞങ്ങൾ മാത്രമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കണ്ട. ഞങ്ങളും ചെയ്തിട്ടുണ്ട്, അവരും ചെയ്തിട്ടുണ്ടാണോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് മാറി. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയകുമാറിന്റെ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ അദ്ദേഹത്തിന്റെ എൻട്രി ഏത് അഡ്രസ്സിൽ നിന്നാണ്? സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ മേൽവിലാസം എന്താണ്? എന്റെ അഭിലാഷം അഡ്രസ് തപ്പിയെടുക്കണം. എനിക്കറിയില്ല അതിനകത്ത് എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ ഒന്നും ഉണ്ടാവാത്തത്. അല്ല, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചേർത്തിരിക്കുന്ന അഡ്രസ് ആ ഡ്രൈവർ ഒരു കാലത്ത് താമസിക്കാത്ത ഒരു ഫ്ളാറ്റിന്റേതാണ്. ഒരു സ്ത്രീ താമസിക്കുന്ന അവരുടെ ഫ്ളാറ്റിന്റെ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് നമ്പർ 4C എന്ന ഫ്ളാറ്റിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടേക്ക് പോയിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ്? സ്വന്തമായിട്ടൊരു അഡ്രസ് എങ്കിലും കൊടുക്കണ്ടേ? ഇല്ലാത്ത അഡ്രസ്സിൽ എങ്ങനെ എത്ര പേരെ ചേർത്തിട്ടുണ്ട്? വ്യാജമായ അഡ്രസ് കൊടുത്തിട്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വരെ അവിടെ വോട്ടർ പട്ടികയിൽ കയറി പറ്റിയെങ്കിൽ എന്റെ ശ്യാംരാജെ ഏതൊക്കെ അഡ്രസ്സിൽ ആരൊക്കെ കയറി പറ്റിയിട്ടുണ്ടോ?